കൊന്നിച്ചുവ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ എപ്പിസോഡ് 1 ആണ് ഗൈസ്. ഇത് ആനിമി എക്സ്പ്ലനേഷൻ അല്ല, പകരം മാൻഹുവ എക്സ്പ്ലനേഷൻ ആണ്. സോ ഡയറക്റ്റ് മാൻഹുവയിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ സീസൺ 1 വരെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സീസൺ 1 കഴിയുന്നത് വരെ ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ഉള്ള പല കാര്യങ്ങളായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വീഡിയോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ അടുത്തൊരു വീഡിയോയിൽ അത് സെറ്റാക്കിക്കൊണ്ട് എനിക്ക് വരാൻ സാധിക്കത്തുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്ത് ഒരാൾ പറയുന്നുണ്ട്, ഞാൻ മരണത്തിനെ പറ്റി അധികം ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ദേ ഞാനിപ്പോൾ മരണത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയാണ് മരിച്ചത്? എനിക്ക് അവസാനമായിട്ട് ഓർമ്മയുള്ളത് ഞാൻ എൻ്റെ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അത് മാത്രമല്ല, ഞാൻ എൻ്റെ സിറ്റി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ ബോഡി നന്നായിട്ട് വെയിറ്റ് ആയി തുടങ്ങിയത്. ഞാനാട്ടെ ക്ഷീണം കൊണ്ട് ആ ബെഡിൽ പോയി കിടക്കുമായിരുന്നു. എന്നെ ആരെങ്കിലും പോയ്സൺ ചെയ്താണോ അതോ എന്നെ ആരെങ്കിലും കൊന്നാണോ? ഗ്രേ ആലോചിക്കേ. ശരിയാണ്, എന്നെ കൊല്ലാനായിട്ട് പലർക്കും ആഗ്രഹമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ രാജ്യത്തിൻ്റെ രാജാവ് ഞാൻ തന്നെയല്ലേ. പക്ഷേ ഞാൻ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ? പക്ഷേ അങ്ങനെ ഞാൻ അതിൻ്റെ ഒഴുക്കിനിങ്ങനെ പോയപ്പോഴാണ് ആ ശബ്ദം ഞാൻ കേൾക്കുന്നത്. സാർ, മാം, താങ്കൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോയ് ആണ് ജനിച്ചിട്ടുള്ളത്. ഇതെന്താണ്? ഞാൻ വീണ്ടും ജനിച്ചോ? ഇതൊക്കെ ആരാണ്? എനിക്ക് അവരുടെ സൗണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു സ്മൈലി അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നീ കണ്ടോ, അവൻ്റെ കണ്ണുകൾ നിന്നെപ്പോൾ തന്നെയാണ്. പിന്നെ അല്ലാതെ എടാ വിളിച്ചേ, അച്ഛന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ അവിടെ കിടന്ന് കാറുന്നുണ്ട്. റേ, നീ എന്തുവാണ് പറയണത്? അവൻ ജനിച്ചതേ ഉള്ളൂ, അതിനിടക്ക് നിന്നെ അച്ഛന്ന് വിളിക്കണമെന്നോ? സോ ഇത് എൻ്റെ 2ാം ജന്മമാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ചുറ്റുപാടൊക്കെ കണ്ടിട്ട് ഇത് നോർമലാണോ എന്നൊരു ഡൗട്ട്. എന്നിട്ട് അവനെ കാണിക്കുന്നുണ്ട്. അവനായിട്ട് ഒരു കൊച്ചു കുഞ്ഞായിരുന്നു. അവൻ മനസ്സിൽ അവനോട് തന്നെ ചോദിക്കുന്നുണ്ട് അവനിപ്പോൾ എവിടെയാണ്. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. പതുക്കെ പല കാര്യങ്ങളും അവന് മനസ്സിലായി. അവൻ്റെ അമ്മയുടെ പേര് ആലീസ് എന്നാണ്. പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ പേര് റെനോൾഡ്സ് എന്നാണ്. എല്ലാവരും അവൻ റേ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു കൊച്ചു കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ആരുടെയെങ്കിലും സഹായം വേണം. അതെങ്ങനെ പോയാലും വേണ്ടി വരുമല്ലോ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ജനിച്ച് വീണിട്ടുള്ളത് കുറച്ച് പഴയ കാലഘട്ടത്തിലേക്കാണ്. അത് മാത്രമല്ല, പണ്ടൊക്കെ ആൾക്കാർ ഇത്രയധികം വെപ്പൺസ് ക്യാരി ചെയ്യുമായിരുന്നില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. വന്നിട്ട് മാസങ്ങൾ പോലും ആയില്ല. അല്ലെങ്കിലും ഈ ലോകത്തിനെ പറ്റി ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് എറിയുന്നത്. എന്നിട്ട് അവനിട്ട് കൊഞ്ചിക്കുന്നുണ്ട്. പക്ഷെ ആ കൊഞ്ചിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കാല് ഒരു സ്ഥലത്ത് പോയി തട്ടുകയും ചെയ്യും. ആ തട്ടാനകത്ത് ഇവന് വേദനയുണ്ട്. ഇവൻ കിടന്ന് കരയുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു അവൻ്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുന്നിടത്ത് അവൻ്റെ കാലിൽ ആ വേദന അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവനെ പൊക്കിയെടുത്തിട്ട് പറയുകയും ചെയ്യും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് അവന് ഒരു കാര്യം മനസ്സിലായത്. അതായത് നമ്മുടെ ഗ്രേ എന്ന് പറയുന്ന ആ ഒരു കിങ്ങിന് ആ ഒരു കാര്യം മനസ്സിലായത്. അവന് ഈ ലോകത്തിനെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞൂടാ. എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു രാജാവായിരുന്നു. ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പലരെയും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും പ്രൗഡായുള്ള മൊമെൻറ്റ്. സംഭവം വേറൊന്നുമില്ല, പുള്ളിക്കാരൻ നിരങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ നിരങ്ങി ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നുണ്ട്. വളരെ ക്യൂട്ടായതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനും നമുക്കും അത് വളരെയധികം സന്തോഷമായിരുന്നു. അവൻ പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ കുറച്ച് ക്യൂട്ടാണല്ലേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ കുറച്ചധികം പെണ്ണുങ്ങൾ കുറച്ചധികം കഷ്ടപ്പെടും എന്നെ കണ്ട്. അങ്ങനെ അവർ 3 കൂടെ ആ കണ്ണാടി ഫ്രണ്ടിൽ നിന്ന് പൊട്ടിച്ചിരിച്ച് കളിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അവന് ഉറങ്ങാൻ കൊണ്ട് അവൾക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ അവൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവൻ വീണ്ടും കണ്ണ് തുറന്നു. എന്നിട്ട് അവൻ്റെ ഏറ്റവും പുതിയ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അവൻ്റെ ഇതിൻ്റെ അകത്ത് കിടന്ന ആ ഒരു പുതപ്പെടുത്ത് നേരെ താഴത്തേക്ക് ഇട്ടിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ അകത്ത് നിന്ന് നേരെ താഴത്തേക്ക് ചാടുന്നുണ്ട്. ആലീസ് എന്തായാലും ചിലപ്പോൾ ഇപ്പോൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ സമയം തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി അവളുടെ കണ്ണ് വെട്ടിച്ച് നേരെ നിരങ്ങി ഒരു സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അത് മറ്റെങ്ങും അല്ലായിരുന്നു, അവിടെ കുറേ ബുക്കൊക്കെ ഇരുന്ന ഒരു റൂമിലേക്കായിരുന്നു. ആരും കാണാതെ അവിടേക്ക് വന്നുകൊണ്ട് തന്നെ അവന് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സ്ഥലം അവൻ ഡിസ്കവർ ചെയ്തത് തൊട്ട് എല്ലാ ദിവസവും രാത്രി അവൻ ഇവിടേക്ക് വരാറുണ്ട്. അങ്ങനെ അവന് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മെയിനായിട്ട് ഡിക്കാത്തൻ എന്ന് പറഞ്ഞ കോണ്ടിനെന്റിലാണ് അവൻ ജനിച്ചു വീണിട്ടുള്ളത്. അവിടെ 3 മെയിനായിട്ടുള്ള കിങ്ഡംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത് എലിനോർ എന്ന് പറയുന്ന ഫോറസ്റ്റിലുള്ള ഒരു കിങ്ഡമാണ്. അത് എൽഫ്സിൻ്റെ കിങ്ഡമാണ്. പിന്നെ ഡാർവ് എന്ന് പറയുന്ന ഡോബ്സിൻ്റെ കിങ്ഡമാണ്. ഇതായിട്ട് അണ്ടർഗ്രൗണ്ടിലാണുള്ളത്. പിന്നെ സാപ്പിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യരുടെ കിങ്ഡം. അത് മാത്രമല്ല, അത് ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഹൈലി പോപ്പുലർ ആയിട്ടുള്ള ഒരു റീജിയനാണ്. ഇവിടുത്തെ ഒരു സിസ്റ്റം, മൊണാർക്ക് സിസ്റ്റം ഏകദേശം സെയിം പോലെ തന്നെയാണ്, എൻ്റെ പഴയ ലോകം പോലെ തന്നെയാണ്. പക്ഷേ ആ ലോകത്ത് ഞങ്ങളത് എയിം ചെയ്യണമായിരുന്നു. പക്ഷേ ഈ ലോകത്തായിട്ട് അത് പാസ് ഡൗൺ ചെയ്യുവാണ്.
പക്ഷേ എൻ്റെ ലോകമായിട്ട് കമ്പയർ ചെയ്യാറ് ഇത് ശരിക്കും അണ്ടർ ഡെവലപ്ഡ് ആണ്. അതിനുള്ള ഏറ്റവും വലിയ റീസണാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചത്. അത് മാജിക്കാണ്. ഈ ലോകത്ത് മാജിക്കുണ്ട്. എൻ്റെ ആ ലോകത്തും ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കീ എന്നായിരുന്നു. ആ കീ യൂസ് ചെയ്ത് ഒരാളുടെ ബോഡിയും ഒരാളുടെ വെപ്പൺസൊക്കെ സ്ട്രെങ്ത് ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ സാധിക്കുമായിരുന്നു. അതേപോലെ സിമിലർ ആയുള്ള ഒരു ഫോഴ്സ് ഇവിടെയുണ്ട്. അതിന് ഇവർ മാൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ കീ ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണെങ്കിൽ മാന ഞങ്ങളുടെ ചുറ്റിനും എല്ലായിടത്തും ഉണ്ട്. അത് മാത്രമല്ല ഈ മാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ജെനറ്റിക്കലി പൊസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് 100 പേരിൽ ഒരാൾക്ക് മാത്രമേ ഇത് കിട്ടാറുള്ളൂ. അതിലുപരി ഈ മാനെ യൂസ് ചെയ്യുന്നത് പല പല രീതിയിലാണ്. അജ്യൂമിനിങ് ടൈപ്പും ഉണ്ട്, കൊഞ്ചറിങ് ടൈപ്പും ഉണ്ട്. അതായത് അജ്യൂമിനിങ് എന്ന് പറയുന്ന നേരത്ത് മാന കൊണ്ട് എന്താ പറയുക ഫിസിക്കൽ സ്ട്രെങ്തും ഡിഫൻസും എജിലിറ്റിയൊക്കെ എൻഹാൻസ് ചെയ്യുവാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയുള്ള റേഞ്ചാണ്. പക്ഷേ കൊഞ്ചറിങ് ടൈപ്പ് ആണെങ്കിൽ അവർ എമിറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് അവരുടെ സറൗണ്ടിങ്സുള്ള മാനയൊക്കെ അവർക്ക് എമിറ്റ് ചെയ്ത് നേരെ അറ്റാക്കൊക്കെ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് സ്പെൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഉദാഹരണമാണ് എൻ്റെ അമ്മ. പുള്ളിക്കാരി ഒരു ഡീവൻ്റാണ്. ചുരുക്കം പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു എമിറ്ററാണ്. ഈ ബുക്ക് വെച്ച് നോക്കാൻ നേരത്ത് ഒരാളുടെ മാനക്കോർ നോർമലി ലേറ്റ് ടീനേജേഴ്സിലാണ് വരുന്നത്. അത് മാത്രമല്ല അതൊരു കോർ പോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പണ്ട് കീ യൂസ് ചെയ്ത പോലെ തന്നെയായിരിക്കണം ഇതും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ തന്നെ മാനക്കോർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അത് വർക്കാകുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവൻ്റെ അമ്മ വന്ന് അവനെ പൊക്കിയെടുക്കുന്നത്. എന്നിട്ട് പറയുകയും ചെയ്യും, നീ ഇവിടെ വന്നിരിക്കുമായിരുന്നോ, ഞാൻ നിന്നെ നോക്കി നടക്കുമായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവൻ്റെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ രാജാവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഞാനിപ്പോൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അമ്മേനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഡയറി എഴുതുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രേക്ക്, അത് പഴഞ്ഞവല്ല, ഗ്രേക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന പേര് ആർത്തർ എന്നായിരുന്നു. അങ്ങനെ ആർത്തർ വളരെ സൂപ്പറായൊരു ബേബിയായിട്ട് തന്നെ വളർന്നു. പക്ഷേ അവന് കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുമാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ആയുള്ള പല കാര്യങ്ങളിലും അവൻ തലയിടുമായിരുന്നു. അവന് എന്ത് കണ്ടാലും അത് നോക്കി പഠിക്കാൻ അവന് ഭയങ്കര ഉത്സാഹമായിരുന്നു. എന്തായാലും ഇങ്ങനെ പോയാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ആർത്തർ ഉറപ്പായിട്ടും ഒരു നല്ല ഒരു കിടിലൻ അഡ്വഞ്ചറായി മാറുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആർത്തറിനെയാണ്. പുള്ളിക്കാരൻ അവിടെയുള്ള ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റാരല്ല, നമ്മുടെ റേനാണ്. പുള്ളിക്കാരനായിട്ട് തൻ്റെ കയ്യിലുണ്ടെന്ന ആ ഗ്ലൗസ് ഒക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് മറ്റൊന്നുമില്ല, പുള്ളിക്കാരൻ എന്തോ സ്പെല്ലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ തൻ്റെ കൈകൾ ഉയർത്തുന്നുണ്ട്. ഇത് കാണുന്ന ആർത്തർ ഞെട്ടി തെറിച്ചു പോകും. വേറൊന്നും കൊണ്ടല്ല, കുറച്ചധികം കല്ലുകൾ മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ ഫ്രണ്ടിലേക്ക് അത് പുഷും ചെയ്യുന്നുണ്ട്. അതായിട്ട് തൊട്ടോ ഫ്രണ്ടിൽ വന്ന് താഴത്തേക്ക് വീഴുകയും ചെയ്യും. ഇത് കാണുന്ന ആർത്തിൻ്റെ റിയാക്ഷൻ സത്യം പറഞ്ഞാൽ പ്രൈസ്ലെസ് ആണ്. ആ ഒരു സമയത്താണ് റേ നമ്മുടെ ആർത്തനെ കാണുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്താടാ നിൻ്റെ അച്ഛൻ പൊളിയല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ കിടന്ന് ചിരിക്കുവാണ്. ദൈവമേ, 3 മിനിറ്റ് ഇവൻ കിടന്ന് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നോ? ഇതിനാണ് ഇവൻ കഷ്ടപ്പെട്ടത്. അങ്ങനെ ആലീസും അവിടേക്ക് വന്നിട്ടുണ്ട്. ആലീസും ആർത്തറും കൂടെ വീണ്ടും നമ്മുടെ റേനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. പക്ഷേ ഈ സമയത്ത് പുള്ളിക്കാരൻ തൻ്റെ ഫൈറ്റിംഗ് സ്കിൽസാണ് പുറത്തേക്ക് കാണിച്ചത്. അത് ശരിക്കും അടിപൊളിയായിരുന്നു. പുള്ളിക്കാരൻ്റെ പല പല സ്കിൽസും പുള്ളിക്കാരൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആർത്തർ നേരെ ബാക്കിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പക്ഷേ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടെന്ന് ഇറങ്ങുന്ന കാണുന്ന നമ്മുടെ ആലീസിനൊന്നും ആർത്തറിന് ഉറക്കം വന്നിട്ടാണെന്ന്. അങ്ങനെ അവൻ ഉറക്കാൻ വേണ്ടി അവൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഈ സമയത്ത് അവനായിട്ട് കിടന്ന് കെഞ്ചി അവസാനം അത് സാധിച്ചെടുത്തിട്ട് അവൻ നേരെ ബുക്കിൻ്റെ അടുത്തേക്ക് പോകുവാണ്. അതായത് ആർത്തറിന് എപ്പോഴും എന്തെങ്കിലും പഠിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവൻ വീണ്ടും പോയിരുന്ന് ബുക്കിൻ്റെ വാതിൽക്ക് ഇരിക്കുവാണ്. ഈ സമയത്ത് പുറത്തുനിന്നൊരു സൗണ്ട് കേട്ട് അവൾ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ ടൈമിലാണ് ആർത്തർ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വന്നുകൊണ്ട് എനിക്ക് കുറച്ചധികം ഉപകാരം വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഇതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ മാനെ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2 അല്ല 3 വർഷം ആകാറായിട്ടുണ്ട്. എന്നാൽ പുറത്ത് നമ്മുടെ റേ ആയിട്ട് ഒരു വലിയൊരു മരം ഒടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് പുള്ളിക്കാരൻ പറയുന്നത്, അതായത് നമ്മുടെ ആർത്തർ പറയുന്നത്, ഇനി ഒരു കഷ്ണം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ്. നമ്മുടെ റേ ആയിട്ട് പെട്ടെന്ന് പോയി ആലീസിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലോഷനിൽ നിന്ന് പുള്ളിക്കാരി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും പെട്ടെന്നാണ് പുള്ളിക്കാരി കിടന്ന് കാണുന്നത് ആർത്തർ ഇപ്പോൾ അതിൻ്റെ അകത്തുണ്ട്. ഇത് കേട്ട റേ അപ്പം തന്നെ അതിൻ്റെ അകത്തേക്ക് ഓടിച്ചെല്ലുവാണ്. പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് കയറി അവിടെയുള്ള സാധനങ്ങളെടുത്ത് മാറ്റി നോക്കാൻ നേരത്ത് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. പുള്ളിക്കാരനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. നീ എന്നെ കളിപ്പിക്കുവാണ്. ആകപ്പാട് 3 വയസ്സില്ല നിനക്കായുള്ളൂ. ഈ സമയത്ത് ആർത്തർ എയറിലിങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. പുള്ളിക്കാരൻ അവൻ്റെ മാനക്കുറ് അവസാനം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് പുള്ളിക്കാരൻ താഴത്തേക്ക് ഇറങ്ങി വരുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വീട് പുള്ളിക്കാരൻ നശിപ്പിച്ചത് അറിഞ്ഞിട്ട് കൂടിയില്ല. അങ്ങനെ 1 വർഷം കൂടെ കടന്നു പോയിട്ടുണ്ട്.
പുള്ളിക്കാരൻ്റെ അമ്മയുടെ അതായത് ആലീസിൻ്റെ സഹായത്തോടു കൂടി പുള്ളിക്കാരൻ കുറേയധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അച്ഛൻ്റെ സഹായത്തോടു കൂടി പുള്ളിക്കാരൻ ബോഡി സ്ട്രെങ്ത്, ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരന് ചെറിയൊരു വുഡൻ സോഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. ആർത്തറിനായിട്ട് പഠിക്കണം, പക്ഷേ റേ പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ എന്നെ പഠിക്കാനും വിടത്തുള്ളതാണ്. അങ്ങനെ അവർ ആ ബാറ്റിൽ തുടങ്ങുവാണ്. അതായത് ആർത്തർ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ റേനൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ റേയുടെ ഒരു ചുള്ളിക്കമ്പൗണ്ട് അതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. സോ ആർത്തറിനൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യമില്ല, അവൻ എന്തായാലും എന്നെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരനെ മാനക്കോറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു അറ്റാക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കാരണം തന്നെ ആ സ്റ്റേക്ക് പൊട്ടിപ്പോവുകയും ചെയ്യും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇനിയെങ്കിലും ഞാൻ പഠിക്കാൻ പോയിക്കോട്ടെ. അങ്ങനെ അവൻ നേരെ പഠിക്കാനും പോകുവാണ്. ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ മാനക്കോറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വിവരിക്കുന്നത് അവരുടെ കളർ അനുസരിച്ചാണ്. അതായത് പല പല കളറിലാണ് ഇതുള്ളത്. ബ്ലാക്ക്, റെഡ്, ഓറഞ്ച്, യെല്ലോ, സിൽവർ ആൻഡ് വൈറ്റ്. ഓരോന്നിനും 3 സ്റ്റേജസും ഉണ്ട്. അത് 3 കളർ ഷെയ്ഡിലാണ് വരുന്നത്. അത് മാത്രമല്ല ഒരാളുടെ മാനക്കോർ എന്തുമാത്രം ലൈറ്ററാണോ അത്രത്തോളം പ്യുവർ ആയിരിക്കും അവരുടെ മാനക്കോർ, അത്രത്തോളം പവറും ആ ഒരു മാനക്കോറിന് കാണും. പക്ഷേ നമ്മുടെ ആർത്തറിന് ഒന്ന് മനസ്സമാധാനമായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. അതിനിടക്ക് അമ്മയും അച്ഛനും ആരെങ്കിലും ഇങ്ങനെ കാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആർത്തർ എല്ലാവരും ഒന്ന് സെറ്റായി വരുമായിരുന്നു. ഈ സമയത്താണ് അവരത് തീരുമാനിക്കുന്നത്. അത് ആർത്തറിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. അത് മാത്രമല്ല പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നാണ് അവരുടെ തീരുമാനം. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും രണ്ടിതായിരുന്നു. അതായത് ആർത്തറിനെ ഒറ്റയ്ക്ക് വിടണോ ഇനി ആരെങ്കിലും കൂടെ വിടണോ അങ്ങനെയൊക്കെ ഡൗട്ടായിരുന്നു. അവസാനം ഒന്നും ചെയ്യാതെ ആർത്തറിനോട് തന്നെ ആ കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനായിട്ട് നല്ലൊരു ഉത്തരം തിരിച്ചു പറഞ്ഞു ചെയ്യും. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും എൻ്റെ കൂടെ പുറത്തേക്ക് വന്നാൽ പോലെ. അങ്ങനെ അവരത് തീരുമാനിക്കുവാണ് പൊട്ടിച്ചിരിച്ചിട്ട്. അതായത് ആർത്തറിനെ സൈറസ് സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവനായിട്ട് വീണ്ടും ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആലിസ് ഒന്ന് അവൻ വഴക്കിടുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പോൾ ഇരുന്ന് വായിക്കുന്നത്? നമുക്ക് നാളെ രാവിലെ പോകാനുള്ളത്, അതുകൊണ്ട് മാറി കിടന്ന് ഉറങ്ങാൻ വേണ്ടി അവനെ ഉറക്കം കിടത്തുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിൻ്റെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ നാളെ നമ്മളിവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് വേഗം കിടന്ന് ഉറങ്ങിക്കോ, നാളെ രാവിലെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ കിടക്കുവാണ്. പുള്ളിക്കാരൻ്റെ മനസ്സിലൂടെ ഭയങ്കര കാര്യങ്ങൾക്ക് ഇങ്ങനെ പോകുവാണ്. അതായത് പുള്ളിക്കാരൻ ഈ ലോകത്തിനെ പറ്റി ഇനിയാണ് അറിയാൻ പോകുന്നത്. ഇത്ര നാളുണ്ടായിരുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അവൻ മറ്റൊരു സിറ്റിയിലേക്ക് പോകാൻ പോകുവാണ്. സോ ഈ ലോകത്തിനെ പറ്റി അറിയുന്ന ആദ്യത്തെ പടി അവൻ ചവിട്ടാൻ പോകുവാണ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അവർ 3 പേരും കൂടെ നടക്കുവാണ്. ഈ സമയത്ത് ദൂരത്ത് നമ്മുടെ റേയുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവനായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും ചെയ്യും, റേ അവസാനം നീ വന്നില്ലേ. അവനായിട്ട് നമ്മുടെ ആർത്തറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആർത്തർ നീ തന്നെ നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവനായിട്ട് നന്നായിട്ട് തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ല നിനക്ക് നല്ല മാനേജ് ഒക്കെ ഉണ്ടല്ലോ, റേ തന്നെയാണ് നിൻ്റെ അച്ഛനെന്ന് വല്ല ഉറപ്പുണ്ടാന്ന് പെട്ടെന്ന് ഒരുത്തൻ ചോദിക്കുന്നുണ്ട്. അവൻ്റെ പേര് ആഡം എന്നായിരുന്നു. അതുമാത്രമല്ല പുള്ളിക്കാരൻ്റെ സ്പെഷ്യാലിറ്റി സ്പിയർ ആണ്. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണ് അവനെ പൊക്കെടുത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവളുടെ പേര് ഏഞ്ചലി എന്നാണ്. അടുത്ത സെക്കൻഡ് തന്നെ വീണ്ടും ഒരുത്തൻ അവനെ പൊക്കെടുത്ത് നേരിങ്ങനെ താഴത്തേക്ക് വെക്കുന്നുണ്ട്. അവൻ്റെ പേര് ഡെർവൻ എന്നാണ്. അത് മാത്രമല്ല അവനെ കാണാൻ ഒരു കൊച്ചു പട്ടീനെ പോലെയാണ്. ഈ സമയത്ത് ദൂരത്ത് മറ്റൊരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു. അവളുടെ പേര് ജാസ്മിൻ എന്നായിരുന്നു. പക്ഷേ അവളാട്ടെ ഇവനെ മൈൻഡ് ചെയ്തൊന്നുമില്ല. അവൾ നേരെ ഫ്രണ്ടിലേക്ക് നടന്നു പോവാണ്. ഈ സമയത്താണ് മറ്റൊരാൾ അവിടേക്ക് വരുന്നത്. അവൾ പറയുന്നുണ്ട്, ഹായ് എൻ്റെ പേര് ഹെലൻ എന്നാണ് കേട്ടോ, അവളെക്കുറിച്ച് ഓർത്ത് വറിച്ചേണ്ട, അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആർത്തർ നിന്നെ കണ്ടതിൽ സന്തോഷം. അവളാട്ടെ ഒരു മാജിക് ആർച്ചറി ടൈപ്പ് ആയിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവർ നേരെ സൈറസ് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പോകുവാണ്. ഇതൊക്കെ കാണുന്ന ആർത്തറിന് വളരെയധികം സന്തോഷമുണ്ട്. പുള്ളിക്കാരനും ഫ്രണ്ടിലേക്ക് ഒരു പുതിയൊരു ജേർണിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഗൈസ് പിന്നെ ഒരു കാര്യം, ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ ആദ്യത്തെ എക്സ്പ്ലനേഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാക്കിലേക്ക് എത്താൻ 2-3 ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയണം. അത് മാത്രമല്ല വീഡിയോയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ സാധിക്കത്തുള്ളൂ.